ഗുഡ് മോർണിംഗ്. നമ്മുടെ ഗാർഡനിൽ അടിപൊളിയായിട്ട് മഞ്ഞ പൂക്കളുമായി പൂത്തുലഞ്ഞു നിൽക്കുന്ന ഈ സുന്ദരി ചെടിയാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നോക്കിയേ, എത്ര ഭംഗിയാന്ന് നോക്കിയേ. ഇതിൻ്റെ പേര് ഗോൾഡ് സ്ലെൻഡർ ഷവർ എന്ന് പറയും, അതുപോലെ ഓസ്ട്രേലിയൻ ഗോൾഡ് വൈൻ എന്ന് പറയും. യെല്ലോ ബ്രൈഡൽ ബൊക്കെ എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു പ്ലാന്റാണ് ബ്രൈഡൽ ബൊക്കയുടെ വൈറ്റ്. അപ്പോൾ ഇതിനെ യെല്ലോ ബ്രൈഡൽ ബൊക്കെ എന്ന് പറയും. എന്നാൽ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിന് സ്മെല്ലില്ല, അതിന് നല്ല സ്മെല്ലാണ്. അതാണ് ഈ രണ്ട് ചെടി തമ്മിലുള്ള വ്യത്യാസം. പക്ഷേ എപ്പോഴും പൂക്കൾ കിട്ടുന്ന ഒരു ചെടിയാണിത്, ഓസ്ട്രേലിയൻ ഗോൾഡ് വൈനെ. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. നമുക്കിതിനെ നട്ടുകൊടുത്തിട്ട് വല്ല ആർച്ചിലാണെങ്കിലും ഒക്കെ കയറ്റി വിടാൻ പറ്റും. കയറൊക്കെ കെട്ടി കൊടുത്താൽ അങ്ങനെ നമുക്ക് കയറ്റി വിടാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. കണ്ടോ, ഇതുപോലെ കൊലയായിട്ട് ഇങ്ങനെ പൂക്കളുണ്ടാകുന്ന പ്ലാന്റാണ്. അത് കയറി പോകുന്ന ആ വള്ളികളിലെല്ലാം ഇത് പൂക്കൾ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാ ദിവസവും പൂക്കൾ ഉണ്ടാകും എന്നുള്ളതാണ് അടുത്തൊരു പ്രത്യേകത. പൂക്കളില്ലാത്തൊരു സമയമേ ഇല്ല. ഇത് നമുക്ക് ഈ ചെടി വെച്ച് ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്ക് ഇതിൽ പൂക്കൾ തുടങ്ങും. പിന്നെ പൂക്കളോട് പൂക്കളായിരിക്കും. നമ്മുടെ ഗാർഡനിൽ എപ്പോഴും പൂക്കൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ ഓസ്ട്രേലിയൻ ഗോൾഡ് വൈനെ. കണ്ടല്ലേ, മഞ്ഞ പൂക്കളെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു പ്ലാന്റാണേ. കണ്ടോ, ഇതിൻ്റെ പൂക്കൾ കണ്ടില്ലേ, നല്ല യെല്ലോ കളറിലെ പൂക്കളാണ്. അതിൻ്റെ നടുക്കിങ്ങനെ കണ്ടോ ഒരു പിന്നെ മെറൂൺ കളറിലെ അതിൻ്റെ ഒരു ഇതുണ്ട്, മുട്ടുപോലെ. കണ്ടോ, നമ്മുടെ ഇവിടെ ഈ പ്ലാന്റ് ഇങ്ങനെ കയറി കിടക്കുന്നത് ക്യാറ്റ്സ് ക്ലോ പ്ലാന്റ് ഉണ്ട്. അതിനോടൊപ്പമാണ് ഈ പ്ലാന്റും ഇങ്ങനെ കയറി കിടക്കുന്നത്. കണ്ടോ, നമുക്കതിലും യെല്ലോ പൂക്കളാണല്ലോ ഉണ്ടാകുന്നത്, മഞ്ഞ പൂക്കൾ ഉണ്ടാകുന്നൊരു ചെടിയാണല്ലോ ക്യാറ്റ്സ് ക്ലോയുടെ പ്ലാന്റ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇതും ഇങ്ങനെ കയറി കിടക്കും. അപ്പോൾ കണ്ടോ, അപ്പോൾ ഇതും ഇങ്ങനെ കയറി ഇങ്ങനെ പൂക്കളായിട്ട് ഇങ്ങനെ കിടക്കുന്ന കാഴ്ചയാണ്. ഇപ്പം മഴയൊന്നും ഇതിന് പ്രശ്നമേ അല്ല. വലിയ കെയർ ഒന്നും കൊടുക്കാതെ തന്നെ ഇതിൽ പൂക്കൾ നിറയുന്ന ഒരു ചെടിയാണ്. അപ്പോൾ അതുകൊണ്ട് സമയക്കുറവുള്ളവർക്കൊക്കെ വളർത്താൻ പറ്റിയ ഒരു ക്രീപ്പർ പ്ലാന്റാണ് ഈ ഓസ്ട്രേലിയൻ ഗോൾഡ് വൈൻ. കണ്ടോ, കണ്ടില്ലേ, ഇതിൻ്റെ ഇലകൾ കണ്ടോ, ഇലയുടെ ഷേപ്പ് കണ്ടോ, അതുപോലെ പൂക്കൾ കണ്ടോ. പിന്നെ ഇതിൻ്റെ പുതിയ തൈ നമ്മൾ പിടിപ്പിക്കുന്നത് ഇതിൻ്റെ സ്റ്റെം വെച്ചിട്ടാണ് നമ്മൾ തൈകൾ പിടിപ്പിക്കുന്നത്. അതിൻ്റെ ഇളം തണ്ടുകൾ ഒത്തിരി അങ്ങ് മൂത്ത് പോയ തണ്ടുകളൊന്നും വേണ്ട. പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ അതിൻ്റെ നോഡ്സ് ഉണ്ടല്ലോ, ആ നോഡുള്ള ഭാഗം മണ്ണിൽ മുട്ടണം. എങ്കിൽ മാത്രമേ അവിടെ നിന്നാണ് വേരുകൾ ഇതിനുണ്ടാവുന്നത്. അപ്പം അങ്ങനെ പിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ മേൽമണ്ണ് നിറച്ച ഒരു കവറിലോട്ട്, നമ്മൾ കവറിൽ തന്നെ പിടിപ്പിക്കുന്നതാണ് നല്ലത്. അതിലോട്ട് നമ്മളൊന്ന് നട്ടു കൊടുത്താൽ മതി. പിന്നെ ഇതുപോലെ നോടുള്ള ഭാഗം വെച്ച് കൊടുത്താൽ ഉണ്ടല്ലോ വേര് പിടിച്ച് കിട്ടുന്നതാണ്. എന്നിട്ട് തണലുള്ള ഭാഗത്ത് നമ്മൾ ഷെയ്ഡിന് കീഴിലാണ് വെച്ച് കൊടുക്കുക. പിന്നീട് നല്ല വേരൊക്കെ വന്നതിന് ശേഷം നമ്മൾ ഇച്ചിരി വളമുള്ള ചാണകപ്പൊടി ഇട്ട് കൊടുത്ത ഒരു പോട്ടിലോട്ട് നമുക്ക് മാറ്റി കൊടുക്കാം. ഇത് വലിയ വളങ്ങളൊന്നും വേണ്ട, ചാണകപ്പൊടിയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള വളം. അതിലൂടെ നമുക്ക് കുറച്ച് എല്ലുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ പൂക്കാനായിട്ടൊന്നും ഇതിന് പ്രത്യേകിച്ച് നമ്മൾ വളങ്ങളൊന്നും കൊടുത്തിട്ടില്ലേ. ഇതാണ് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത്, ചാണകപ്പൊടി, അതുപോലെ ഇച്ചിരി എല്ലുപൊടി. അതൊന്നും വളങ്ങൾ കൂടിപ്പോണ്ട. നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന സമയത്ത് ചാണകപ്പൊടി മാത്രമായാലും മതി. ജൈവവളങ്ങളാണ് ഇതിന് വേണ്ടത് ഇങ്ങനെയുള്ള പ്ലാന്റുകൾക്ക്. പിന്നെ ഇതിൻ്റെ പൂക്കൾ വന്നു കഴിഞ്ഞ് പോയതിന് ശേഷം അതൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ആ പൂക്കൾ വന്നു കഴിഞ്ഞാൽ ആ കമ്പുകളൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്താൽ വീണ്ടും പൂക്കൾ വരാൻ അത് സഹായിക്കും. പെട്ടെന്ന് തന്നെ പൂക്കൾ വരാൻ സഹായിക്കും. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇടയ്ക്കൊക്കെ അങ്ങനെയാണ് ഇതിൻ്റെ പ്രൂണിങ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ നന്നായിട്ട് 2 വർഷമൊക്കെ ആയ പ്ലാന്റ് ആണെങ്കിൽ നമുക്കൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നട്ടിട്ട് ഒരു 6-7 മാസമായിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ ഇതിൽ പൂക്കൾ ഇതുപോലെ നിറഞ്ഞിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ നമ്മൾ ഈ പ്ലാന്റ് വെച്ച് പിടിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ മഴ ആയതുകൊണ്ട് ഇതിന് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യം വേണ്ടി വരുന്നില്ല. പിന്നെ ഈ പ്ലാന്റ് നമുക്ക് പിന്നെ മണ്ണിലും ഡയറക്റ്റ് നമുക്ക് നട്ടു കൊടുക്കാം, അതുപോലെ ചട്ടിയിലും പിടിപ്പിക്കാം. പക്ഷേ ഞാനിവിടെ മണ്ണിലാണ് നട്ടു കൊടുത്തിരിക്കുന്നത്. മണ്ണിൽ നടുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് ധാരാളം വളം വലിച്ചെടുക്കുവാൻ പറ്റും.
അതിൻ്റെ സ്റ്റെമ്മിനൊക്കെ നല്ല പിന്നെ വണ്ണം വെച്ച് നല്ല ആരോഗ്യമുള്ള ഒരു ഹെൽത്തി പ്ലാന്റായിട്ട് വളർന്നു വരും. അതിന് ധാരാളം ശാഖകളുണ്ടാകും. നമ്മൾ ചട്ടിയിൽ വളരുമ്പോൾ അതിനൊരു പരിമിതിയുണ്ട്. അതിനകത്ത് മാത്രമുള്ള വളങ്ങൾ മാത്രമായിരിക്കും അതിന് കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ട രീതിയിൽ ശാഖകളൊന്നും ഉണ്ടാകാൻ പറ്റത്തില്ല. അപ്പോൾ അത് വളർച്ചയെ അത് ബാധിക്കുമേ. അപ്പോൾ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, ഇതുപോലുള്ള ക്രീപ്പർ പ്ലാന്റുകളെ നമ്മൾ വെക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റ് നിലത്ത് തന്നെ വെച്ച് കൊടുത്താൽ അതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ഏരിയ അതിനുവേണ്ടി തിരഞ്ഞെടുക്കുക. അതിനുശേഷം നമുക്ക് അടിവെള്ളമൊക്കെ കൊടുത്തിട്ട് നമ്മൾ നട്ടുപിടിപ്പിച്ചാൽ മതി. ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ സ്റ്റെമ്മിനെ വെച്ച് നമ്മളൊരു കവറിൽ വെച്ച് പിടിപ്പിക്കുക. അതിനുശേഷം വേണം നമ്മൾ വളമൊക്കെ കൊടുത്താൽ മണ്ണിലോട്ട് വയ്ക്കാൻ. നല്ല വെയിലൊക്കെ ഉള്ള സമയത്ത് നമുക്ക് 2 ദിവസം കൂടിയൊക്കെ ഇതിന് നനച്ച് കൊടുത്താൽ മതി. ചട്ടിയിലിരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്കറിയാം ഈ ചെടിയൊക്കെ ഒന്ന് വാടിപ്പോവും. ആ സമയത്ത് നമുക്ക് പിന്നെ 1.5 വിട്ടോ അങ്ങാനും കൊടുത്താൽ മതി. പെട്ടെന്ന് ഇപ്പോൾ ചട്ടിയിലിരിക്കുന്ന ആകുമ്പോൾ ഒന്ന് പെട്ടെന്ന് വാടും. അപ്പോൾ നമുക്ക് വെള്ളം ഒരിക്കലും കെട്ടിക്കിടക്കരുത്. ഈ ചട്ടിക്കകത്ത് വെള്ളം ഒത്തിരി കെട്ടിക്കിടന്ന് അങ്ങനെ ഈർപ്പത്തിൻ്റെ അംശം കൂടിയാൽ പ്രശ്നമാണേ. അതുകൊണ്ട് നമ്മൾ 1.5 വിട്ട ദിവസങ്ങളിലൊക്കെ നനച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ സാധാരണയായിട്ട് വെള്ളത്തിൻ്റെ ആ അംശം നോക്കിയിട്ടാണ് നമ്മൾ വെള്ളം നനച്ചു കൊടുക്കുക പതിവ്. അതുപോലെ ചെയ്ത് കൊടുക്കുക. അപ്പം ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ, മണ്ണിൽ നമ്മൾ ഡയറക്റ്റ് നട്ട് പിടിപ്പിച്ചേക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മളൊരു 3-4 ദിവസം കൂടി നമുക്ക് വെള്ളം നനച്ചാലൊക്കെ മതിയാവും. അപ്പോൾ അതിന് നിൽക്കാനുള്ള ആ പിന്നെ മണ്ണിൽ നിന്ന് അത് നനവൊക്കെ വലിച്ചെടുത്ത് അതിന് ജീവിക്കാൻ പറ്റും കുറേ ദിവസം. അപ്പം അതൊക്കെയാണ് ഈ ചെടിയെക്കുറിച്ച് പറയാനുള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. പെട്ടെന്ന് നമുക്ക് പിടിച്ചു കിട്ടും. അതുപോലൊക്കെ തന്നെ സമയക്കുറവുള്ളവർക്കൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണേ. അപ്പം നമുക്ക് ബാൽക്കണിയിലൊക്കെ നമുക്ക് വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. നമുക്കൊരു കയറൊക്കെ കെട്ടിക്കൊടുത്താൽ ഉണ്ടല്ലോ, ആ സൂര്യപ്രകാശം കിട്ടുന്ന ഏരിയയിൽ നല്ല രീതിയിൽ അതിന് ശാഖകളൊക്കെ വന്ന് അത് നല്ല രീതിയിൽ പൂക്കളിടുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് കണിക്കൊന്നയൊക്കെ പിന്നെ നമ്മൾ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അതില്ല എങ്കിൽ ഈ പ്ലാന്റ് നമുക്ക് വളർത്തി കഴിഞ്ഞുകൊണ്ടല്ലോ നല്ല കണിക്കൊന്ന പോലൊക്കെ തന്നെ ഇരിക്കും. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കണം ഓളെന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, അടുത്ത ദിവസം ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.